യാത്രക്കും ഞങ്ങളെ കൊണ്ടേക്കാന്റെ പരിപാടി ഒന്നും നടക്കൂലെന്ന് മാത്രം. നല്ലൊരു ചെറിയ മഴയും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോക്കും വരവും ഒക്കെ നമുക്ക് ശീലായില്ലേ. പണ്ടൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴാണ് പോയിട്ട് വരൂല അങ്ങനെയൊന്നും ആരും ബേജാറാണ് കേട്ടോ. പോയിട്ട് വരാനുള്ളവരാണെങ്കിൽ കൊണ്ടുകെട്ട് വരും. അതിനിപ്പോ നമ്മൾ വെറുതെ ബേജാറായിട്ട് എന്താ നല്ല ചെറിയ കുട്ടിയാകുമ്പോൾ ഇവരിങ്ങനൊക്കെ പോകൂലെന്ന് ആലോചിച്ചിട്ട് പേടിയായിരുന്നു. പിന്നെ പോക്ക് തുടങ്ങിയപ്പോഴും പേടിയായിരുന്നു. അതാ ഇനി ഇങ്ങനെയൊക്കെ പോയിട്ട് എപ്പോഴാ വരിക എന്നൊക്കെ. ഇപ്പൊ പിന്നെ അവർ ബേജാറില്ല. ആരും ബേജാറാവേണ്ട ആവശ്യമില്ല. വരാനുള്ള കുട്ടികൾ വരും. അതന്നെ അല്ലേ ഷഫ്മോനെ? എത്ര ബേജാറായി. ആ ബേജാർ മുഴുവൻ വെറുതെ ആളിതവിടെ കാമിക്കുട്ടി പെട്രോൾ അടിക്കുന്ന ആളെ നോക്കി വളക്കുന്നുണ്ട്. ഇതെന്നുള്ള സ്ഥിരം കാര്യം നോക്കണൊക്കെ വെള്ളം ഇറക്കി നോക്കുന്നുണ്ട്. ആള് നോക്കുന്നുണ്ടോ? വിചാരിച്ചമാരല്ല ഓള് എണ്ണ അടിക്കണത് കറക്റ്റ് അല്ലേ നോക്കുക. ഞാനും നോക്കണോ? നോക്കുന്നില്ലേ ആമിക്കുട്ടിയെ? നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഷെഫ്മോൻ അങ്ങനെ ബാംഗ്ലൂർ ബസ്സിൽ കയറ്റി അയക്കാൻ വേണ്ടി പോകും കേട്ടോ. സെലു കിച്ചണിന്റെ ഷെമീറത്തി അതുപോലെ നമ്മളെ മോളൂനെ കയക്കാനും ഷെയറും ഒക്കെ പോണതാ കണ്ടിട്ടുള്ളൂ. ബസ് കയറ്റി വിടാനല്ലേ. ഇത് നമ്മളും അങ്ങനെ പോയി നല്ലപോലെ ചെയ്തിട്ട് പോയി. ഓക്കെ ബേക്കറിയൊക്കെ മേടിച്ച് ഞങ്ങള് വീണ്ടും യാത്ര തുടരണം. ലക്ക ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ. സമയം 7:54 ആരൊക്കെ ഉണ്ടാവുന്നറിയോ? ബിലാമിയും സുലാമിയും ജാസ്യാമിയും ഒക്കെ ഉണ്ട് അവിടെ. മെച്ചി ഒക്കെ ഉണ്ടല്ലോ. പാപ്പ എങ്ങനെ കേട്ടോ? പാപ്പ പാപ്പാനെ കാണണ്ടേ നമുക്ക്? നമ്മളെ പട്ടാമ്പി വീടെത്തി അമ്മിക്കുട്ടി. ഞങ്ങള് നാളെ രാവിലെ വീഡിയോ എടുക്കുക. പട്ടാമ്പി വീട്ടിലെത്തി. ഇവിടെ സൂലു ഉണ്ട്, ജാസ്മിൻ കുട്ടി ഉണ്ട്. ജാസ്മിൻ കുട്ടി അടുക്കളയിൽ ബിരിയാണി ഉണ്ടാക്കാൻ. രജിത മാത്രല്ല ബാക്കി എല്ലാരും ഉണ്ട്. അതെ എന്റെ ഇൻട്രോ കട്ടെടുത്തോ? അതെ ഞാൻ അവിടെ വെച്ചപ്പോ ഒരു ഇരുട്ട് പോലെ. അപ്പൊ ഇവിടെ വെച്ചു. ഞാൻ പറയാ ആള് തപ്പി വെക്കാണ്. അപ്പൊ ഷാളുകളൊന്നും കാണാനില്ല. ഒരു വൈലറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാ ഇടാത്ത ഷാളാണ്. അതേക്കും മേച്ചുമില്ലല്ലോ. മോൾക്കൊക്കെ മേച്ചുള്ള ഷാളുകൾ കിട്ടിയിരിക്കുന്നു. എല്ലാരും കൂടിയാ പിന്നെ തുണികളൊക്കെ കൂടി ഒന്നാക്കാരി എല്ലാവരും കൂടി കിട്ടണ്ടേ. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും കുളിക്കണം. ജാമിക്കുട്ടിനെ കുളിപ്പിച്ചിട്ടില്ല. അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടു. എല്ലാരും കൂടിയിട്ട് സിറ്റൗട്ടിൽ കുറച്ചു നേരം ഒരു എണ്ടി അടങ്ങിയിരിക്കലുണ്ട്. അതാണ് അടുത്ത വിശേഷം. നേരെ വെളുത്ത ഒരു കുറേ സമയം വരെ എണ്ടി അടഞ്ഞിരിക്കലാട്ടോ. പക്ഷെ ജാസ്മിൻ കുട്ടിക്കൊക്കെ പക്കയാവണം. അതുകൊണ്ട് ഓൾ വേഗം ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്കിങ്ങനെ വന്നാൽ എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ വന്നാലും പരിചയമില്ലാത്തൊരു അടുക്കളയിൽ കയറിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് അപ്പൊ ഇവിടുത്തെ വീട് പരിചയമില്ലെന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും വന്ന് കുക്ക് ചെയ്യണില്ലല്ലോ. അതുകൊണ്ട് ഒന്നും കൂടി ചെയ്യാൻ വയ്ക്കൂല. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ആൾട്ടോ. ജാസ്മിൻ കുട്ടി പക്ഷെ നേരെ തിരിച്ചോൾക്ക് എവിടെ പോയാലും ഓളെ റൊട്ടീന് കറക്റ്റ് ആക്കാരി. ഇതാ യാമിക്കുട്ടിയൊക്കെ അവിടെ കളിയില്ല. ഇതാ തെങ്ങൊക്കെ വെട്ടല്ല മാവൊക്കെ വെട്ടി മൊട്ടയാക്കി. അമ്മ നമുക്ക് കുളിക്കാം. ചെമ്പകപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഓർഡറുകൾ പാക്കിങ്ങിന്റെ തിരക്കിലാണ്. ജാസ്മിക്കുട്ടി ബിരിയാണി ഇവിടെ കാലാവുണ്ട്. ഈ ജീവൻ പോണ തരം കൂടി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. കുളിക്കാൻ വായോ അമ്മ എണ്ണ തേച്ചുതരാ. ഞങ്ങളെ എണ്ണ തേക്കൽ ടൈമാണ്. എണ്ണ തേച്ച് കുളിക്കാൻ തീരുമാനിച്ചു. യാമിക്കുട്ടി
ഇനി എല്ലാരും ഉണ്ട് കേട്ടോ ഇവിടെ എണ്ണ തേക്കാൻ വേണ്ടിട്ട് സ്പെക്ക് തേക്കല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. യാമിക്കുട്ടിക്ക് വേണോ ഫേസ് പാക്ക്? മെച്ചിന്റെ ഫേസ് പാക്ക് വേണോ? നല്ല എഫക്റ്റ് വേണ്ടിട്ട് അങ്ങനെയൊക്കെ ചേർക്കാം. പക്ഷെ പച്ചവെള്ളത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഓൾക്ക് പതുക്കെ തേച്ചു കൊടുത്തിക്കാണ്. ഓൾക്കാണെങ്കിൽ ഒക്കെ നിറച്ചു വയറ് നിറച്ചും വേണം. ഓളെ വക ഒന്ന് തേക്കല് വേറെ. പിന്നെ പണ്ടാണെങ്കിൽ നമ്മച്ചൂടെ കുപ്പിയിലുണ്ടാക്കി പാക്കറ്റ് യാമിക്കുട്ടി നോക്കുക. ബൈ മമ്മ എണ്ണ വെച്ചുതരാം. യാമിക്കുട്ടിയുടെ ജെമിസ് ഓയിൽ കേട്ടോ. പറ്റൂല. അതിന്റെ ഇടയിൽ കൂടി ജാസ്മിൻറ്റി കിട്ടുന്ന പ്രത്യേകിച്ചും ഒരു കെമിക്കൽ യൂസ് ചെയ്യില്ല കേട്ടോ. അങ്ങനത്തെ ക്രീമുകൾ കാര്യങ്ങളൊന്നും തേക്കില്ല. 175 ഗ്രാം ആട്ടോ. ഇതിന് 200 രൂപയാണ് റേറ്റ് ഈ ഒരു പാക്കറ്റിന് കേട്ടോ. ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ പിന്നെ തൈരോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിലും മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്താലും മതി. കാരണം ഇതിൽ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. സ്കിൻ കെയർ ഓയിൽ ഇതാ മഞ്ഞൾ ഇട്ട എണ്ണ എന്നല്ല, നല്ല ചുവപ്പെണ്ണയാണ്. ഇതിൽ മഞ്ഞളൊന്നും ഇട്ടിട്ടില്ല. ഇതാണ് നമ്മളെ യാമിക്കുട്ടിക്ക് തേച്ച് കൊടുക്കണ. ചെറിയ കുട്ടികൾക്കും ഏത് പ്രായക്കാർക്ക് വേണം തേക്കാട്ടോ. യാമിക്കുട്ടി ഇത് നമ്മള് ഈ മുഖത്തൊക്കെ എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവില്ലേ, കുട്ടികളൊക്കെ കളിച്ചിട്ട് വെയിലത്തൊക്കെ പോയിട്ടാണെങ്കിലും ടാനൊക്കെ വന്നിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇത് തേച്ച് ഇത് കെമിക്കൽ ഒന്നും ഇല്ലാതെ വെച്ച് വീട്ടിലുണ്ടാക്കുന്ന കേട്ടോ. ഇതിൽ എന്തൊക്കെയോ ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെ എന്തൊക്കെയോ പൗഡറുകൾ ചേർത്തിട്ട് ജസ്റ്റ് വെള്ളം ചേർത്തിട്ട് തന്നെ നമുക്കിത് മുഖത്ത് തേക്കട്ടോ. കാരണം ഇതിൽ ഇനിയിപ്പോൾ തൈരൊക്കെ ഉണ്ടെങ്കിൽ നല്ല തന്നെയാണ്, പക്ഷെ ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലതാണ്. അപ്പോൾ വെറും വെള്ളം തന്നെ ചേർത്താലും നല്ല ഗുണം ഉണ്ടാവും. ഇവിടെ മുഖത്ത് എല്ലാവർക്കും ആയോ? ചെങ്ങാതി നന്നായി കണ്ണാടി വേണ്ട, നന്നാവണം. ഇതാണ് കേട്ടോ സ്കിൻ കെയർ പൗഡർ. മെച്ചിന്റെ സ്കിൻ കെയർ പൗഡർ ഉണ്ട്. അതേപോലെ ഇതാ യാമിക്കുട്ടി തേക്കുന്ന ജെമീസ് സ്കിൻ കെയർ ഓയിൽ ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഇത് തേച്ചിട്ട് റിസൾട്ട് പറയാറുണ്ട് കേട്ടോ. യാമിക്കുട്ടിക്കും പ്രസവിച്ച മുതൽ ഈ എണ്ണ കേട്ടോ തേച്ചെടുക്കല്. ഇത് 100 ml ഉണ്ട്, 200 ml ഉണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ വലിയ ബോട്ടിൽ ഉണ്ടോ ചോദിച്ചിട്ട് ഇപ്പൊ 200 ml ആക്കിക്കാൻ കേട്ടോ ഇത്. പിന്നെ ഇതാ ഹെയർ ഓയിൽ കേട്ടോ. ഹെയർ ഓയിൽ നിങ്ങൾക്ക് മുടിന്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ എണ്ണ ഒരു ബോട്ടിൽ മേടിച്ചിട്ടൊന്ന് തേച്ച് നോക്കി നോക്കണം കേട്ടോ. എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. കാരണം നല്ലൊരു എണ്ണയാണ്. നമുക്ക് താരനൊക്കെ ഉണ്ടെങ്കിലൊക്കെ പിന്നെ അതേപോലെ തലയിൽ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്കും മുടി കൊഴിച്ചിലിനും ഒക്കെ നല്ല ബെനിഫിറ്റ് ഉള്ള മെച്ചി ഉണ്ടാക്കുന്ന എണ്ണ കേട്ടോ. ഇതൊക്കെ കുറേ കാലം മുമ്പേ ഉണ്ടാക്കുന്ന ഒരു എണ്ണയാണ് കേട്ടോ. നല്ല റിസൾട്ട് ഉള്ള എണ്ണ. അപ്പോൾ ഇതൊക്കെ വേണമെന്നുള്ളൊരു ഇതാ മെച്ചിൻ്റെ നമ്പർ ഉണ്ട്, അതിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മെച്ചി പറഞ്ഞുതരും. പിന്നെ കൊറിയർ ചാർജ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എവിടേക്ക് വേണമെങ്കിലും എത്തിച്ചേരും. അപ്പം ഞങ്ങൾ എന്തായാലും എല്ലാവരും ഇതൊക്കെ തേച്ച് നിങ്ങളൊക്കെ ഉണങ്ങിയില്ല, എൻ്റെ ഉണങ്ങിയിട്ടില്ല. യാമിക്കുട്ടിക്ക് വേണോ ഫേസ് പാക്ക്? യാമിക്കുട്ടിക്ക് വേണം ഫേസ് പാക്ക് തേക്കാലോ അല്ലെ? ഇതിലൊന്നും തേച്ച് കൊടുത്തിട്ടൊന്നും കെമിക്കലൊന്നും ഇല്ലല്ലോ അല്ലെ? കെമിക്കലൊന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി യാമിക്കുട്ടിയുടെ മുഖത്ത് തേച്ച് കാണിച്ചു തരാം. യാമിക്കുട്ടിയുടെ മുഖത്ത് തേച്ച് നമുക്ക് ധൈര്യമാണല്ലോ അല്ലെ? ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ടെ യാമിക്കുട്ടിക്ക്. മുഖമൊക്കെ ഒന്ന് തിളങ്ങട്ടെ, യാമിക്കുട്ടിയുടെ മുഖമൊക്കെ ഒന്ന് തിളങ്ങട്ടെ. അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി വന്നില്ല. ഞങ്ങളൊക്കെ കുളിച്ച് വരട്ടെ. കുളിച്ച് വന്ന് ജാസ്മിൻ കുട്ടിയുടെ നല്ല കിഡിലൻ ബിരിയാണി ഉണ്ട്. ഇപ്പൊ തന്നെ മുഖമൊക്കെ ഉണങ്ങി യാമിക്കുട്ടി ഉറങ്ങി. ഞാൻ വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചാട്ടോ. ആമസോണിന്നും മീഷോന്നും 600 രൂപയുടെ. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന് ചുരിദാറും ഷാളും പാൻറ്റും ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ സെറ്റ് ആയിട്ടുള്ളതാട്ടോ ഇഷ്ടം. ഇനി ഞങ്ങളെല്ലാവരും കൂടിയും ബിരിയാണി കഴിക്കണം, മയങ്ങലുണ്ടാവില്ല, വർത്താനം പറയാൻ കഴിഞ്ഞ് 5 മണിക്ക് ഇവിടുന്ന് പിരിയും വേണം. ബിരിയാണി കഴിച്ചിട്ട് പിരിയൽ എങ്ങനെയെന്ന് അറിയില്ല, ആകെ മയക്കൊക്കെ ആയിരുന്നു. ഞങ്ങളിപ്പോ കുളിച്ചോണ്ട് ഞങ്ങൾ ഒന്നും പറയാത്ത ബിരിയാണി എത്ര അപ്പൊ ഇളക്കി നോക്കിട്ടെ. അപ്പൊ നബിലോട്ടി കഴിക്കാം. ഒന്നും പറയല്ല, ഉണ്ടാക്കിയോ. അപ്പൊ ഞാൻ ഒന്നും പറയാനാത്ത ബിരിയാണി കഴിക്കലുണ്ട്. അടുത്തത് കഴിച്ച് 5 മണിയാകുമ്പോ നമ്മൾ തിരിച്ചു പോകും. നേരത്തെ തന്നെ മീനും ചോറ് കേട്ടോ. ബിരിയാണി കഴിക്കാനായിട്ടാ പാപ്പാന്റെ നുറുക്ക് മാങ്ങാച്ചാറാണ്. ചോറ് നിലക്ക് വേണ്ടി ഞങ്ങൾ വണ്ടിയിലൊക്കെ കേറിയിട്ട് മണം പറ്റാത്ത ആളാണ്. അല്ല ഞാനിപ്പോ ഞങ്ങളെല്ലാവരും വണ്ടി കുത്തി കയറിട്ടോ പോണത്. ഇതായിട്ടുള്ളൊരു നടൂല കാണണം. ജാസ്മിൻകുട്ടി ഇറങ്ങി, നമ്മളെ ഇറങ്ങി, ജാസ്മിൻകുട്ടി ഉറങ്ങി, നമ്മളെല്ലാവരും കൂടി കറങ്ങാം.
മറ്റോളിതാ നബിലാമിന്റെ വടിയില നബിലാമിന്റെ നബിലാമിന്റെ മണം കൊണ്ട് അടിക്കണം. നമ്മളൊന്നും തിരിച്ചു വെക്കുന്നില്ല. ഓള് നമ്മളെ തെറ്റിട്ട് നബിലാമിട്ട് കൊയങ്ങണം. അതെ നല്ല രസം കളിച്ചല്ലേ. കാറിൽ വലിഞ്ഞു കയറിയ സമയത്ത് ഇതാ ചെരുപ്പ് ഏതൊക്കെയോ ചെരുപ്പാട്ടിട്ടിക്കണ്. നല്ല വൈബ് സ്ഥലമാണ്. 5 ആൾക്കും കൂടി ഒരുപാട് സ്ഥലം വെച്ച് വീട് വെക്കണം. 5 ആളും പാപ്പിയും ഞങ്ങൾക്ക് എല്ലാവരും ഒരു സ്ഥലത്ത് വീട് വെച്ചിട്ട് താമസിക്കുന്ന ആഗ്രഹമാണ് കേട്ടോ. എന്താ നടക്കാന്നറിയില്ല. അങ്ങനെ വിചാരിക്കാൻ പറ്റിയ സ്ഥലം. അപ്പൊ അധികം റേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം, ഒഴിഞ്ഞ സ്ഥലത്ത് വന്നാലും എല്ലാരും കൂടുമ്പോ രസമല്ലേ. ഞങ്ങളൊരു കോളനിയൊക്കെ ഇല്ലേ, അപ്പൊ എന്തായാലും സ്ഥലം നല്ല അടിപൊളി നല്ല വൈബിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇതിങ്ങനെ സെന്റ്, അതങ്ങനെ സെന്റ് സ്ഥലം. അബോ എടുത്തോ. അബോ പറഞ്ഞു വന്നിട്ട് ഒരു കാട് പോലൊരു സ്ഥലമാണ്. അത് വെട്ടിത്തെളിച്ചിട്ട് ഇതാ ഇങ്ങനെ ആക്കിക്കാണ്. അപ്പൊ ഞങ്ങൾ 5-6 ആളും കൂടി ഒരുപോലെ വീട് വെക്കുകയാണെങ്കിൽ നല്ല രസമാണ്. നല്ല വൈബായി നല്ല രസം. അമ്മി ഐസ്ക്രീം തിന്നാ ഓളത് തീറ്റ കഴിഞ്ഞു. ഇപ്പൊ എന്റെ മേടിച്ചിരിക്കുക. നല്ല തീറ്റ സാധനം കിട്ടാൻ എല്ലാരും അവനവന്റെ ഡ്രസ്സുകൾ തിരയലും 2 ദിവസം അതെ എല്ലാരും വന്നു പോകുമ്പോഴത്തേന് എല്ലാരും ഡ്രസ്സും ആ കുടുംബം തറവാടാക്കിന്റെ കാര്യം അവനവന്റെ ഡ്രസ്സ് തപ്പണ തിരക്കിലാണ് എല്ലാരും. എന്റെ ഷാള് കാണാല്ല, അതിന്റെ ഇടയിൽ ഒരു യാമിക്കുട്ടി ഉണ്ട്. ഞാൻ ഈ കഴുത്തിലായിട്ട് എനിക്കൊരു എന്റെ മമ്മനെ എടുത്തിരിക്കുന്ന കേട്ടോ നബി യാമിക്കുട്ടി. പോവാനുള്ള വണ്ടി എത്തി. ഇയാളെ കൊണ്ടുണ്ടാ തിന്നണ്ടേ വീട്ടിൽ പോയിട്ട്. നമുക്ക് ടാറ്റ കൊടുത്താ പോവാൻ കുട്ടി നമ്മളെ വീടെത്തിയല്ലോ. എവിടെ എല്ലാരും എബിലാമിയൊക്കെ എവിടെ? നമ്മള് വീടെത്തിയടി. നമ്മള് വീടെത്തി.